എല്ലാവർക്കും നോമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് വന്നേക്കണത്. എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ പല രാജ്യങ്ങളിലുള്ള മുസ്ലിംസുകൾ പങ്കെടുക്കണം മുസ്ലിം ലൈറ്റ് ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതും ന്യൂയോർക്കിൽ. ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കണേ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല വെറൈറ്റി ആയിട്ടുള്ള പല രാജ്യങ്ങളിലുള്ള നോമ്പുതുറ ഫുഡുകളൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞ്, പിന്നെ അതുപോലെ തന്നെ അവിടെ വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാമല്ലോ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇനി നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ ന്യൂയോർക്കിലേക്ക്. ഇവിടുന്ന് 1.5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. നേരം വൈകിട്ടുണ്ട്, വേഗം തന്നെ പോകാം. അവിടം വരെ എത്തണ്ടേ. പോകുന്ന വഴിയിൽ കണ്ടതാണ് ഈ ഒരു കാറ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ശരിക്കും അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് ദൂരെ യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഉൾവഴികളിലൂടെ ഒന്നും അല്ല കേട്ടോ പോകുന്നത്. നേരെ ഹൈവേ വഴിയാണ് പോകുന്നത്. ന്യൂജേഴ്സിയിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള ആ ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഉണ്ടല്ലോ, അതിൻ്റെ മേളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കണേ. പക്ഷേ എങ്കിൽ ഇവിടെ എത്തിയപ്പോഴത്തേനും നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂറോളം നമ്മൾ ഈ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു. വലിയൊരു പാലത്തിൻ്റെ മേളിലാണ് ഇപ്പോൾ നിൽക്കണേ. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇത് കാണുമ്പോൾ നമ്മുടെ തോപ്പുംപടി പാലമാണ് ഓർമ്മ വരുന്നത്. വൈകുന്നേരം സമയമായതുകൊണ്ടും പിന്നെ മാത്രമല്ല എയർപോർട്ട് തൊട്ടടുത്തുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഇത്രയും തിരക്കുണ്ടായിരുന്നത്. ഏകദേശം ഒരു 1/4 മണിക്കൂറോളം നമ്മളിവിടെ ഈ ബ്ലോക്കിൽ കിടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമുക്ക് പിന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല നമ്മൾ ഈന്തപ്പഴമൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയെങ്ങാലും വണ്ടിയിലിരുന്ന് നോമ്പ് തുറക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാലോ എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ എടുത്തതായിരുന്നു. പക്ഷേ വണ്ടിയിൽ വെച്ച് തന്നെ അങ്ങനെ ബാങ്ക് കൊടുക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ വണ്ടിയിലിരുന്ന് തന്നെ നോമ്പൊക്കെ തുറന്നു. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അതേ ഇത് കണ്ടില്ലേ, ദോശ ഷവർമയൊക്കെ ഉണ്ടാക്കി ഒരു ബോക്സിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഇടക്കാലാശ്വാസത്തിനുള്ളൊരു ഫുഡൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നേ. അങ്ങനെ അതേ നമ്മൾ ഇപ്പം ന്യൂയോർക്ക് സ്റ്റേറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് അങ്ങനെ സിറ്റി ഒന്നും അങ്ങനെ ടച്ച് ചെയ്യൂല കേട്ടോ. ഒരു സിറ്റിയുടെ ഒരു സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങനെ നമ്മൾ വളരെ സാഹസികമായിട്ട് കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ആ ഫെസ്റ്റ് നടക്കണ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ ആ ഞെട്ടിക്കുന്നൊരു വാർത്ത നമ്മൾ അറിഞ്ഞത്. കാരണം ആ ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് രാത്രി 9:30 മണിക്കാണ്. നമ്മൾ നോമ്പ് തുറക്കാണ് സ്റ്റാർട്ട് ചെയ്യണതെന്ന് വിചാരിച്ചാണ് നമ്മൾ വായുടിച്ച് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എന്നാൽ വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് തപ്പാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ദി ടേസ്റ്റ് ഓഫ് കേരള കിച്ചൻ ഇവിടെയാണെന്ന് അറിഞ്ഞത്. അപ്പോൾ ഗൂഗിളിലൊക്കെ തപ്പിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ വരുന്ന ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. എനിക്ക് ഇവിടെ വന്നപ്പോൾ ആദ്യമേ തുടങ്ങി എപ്പോഴെങ്കിലും ഈ റെസ്റ്റോറൻറ്റിൽ വരണമെന്നൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ന്യൂയോർക്കിലേക്ക് എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. ന്യൂയോർക്കിലേക്ക് എത്തിപ്പെടാമെന്ന് പറഞ്ഞാൽ ഒരുപാട് ടോളൊക്കെ കൊടുത്ത് ഭയങ്കര പാടാണ് കേട്ടോ ഇവിടെ എത്താൻ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാളായിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ വരായിരുന്നത്. അങ്ങനെ ദേ നമ്മൾ അകത്തൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സൈഡിലായിട്ട് കുറേ ഇങ്ങനെ നമ്മുടെ കേരളീയ ഐറ്റംസുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ചാറുകൾ, പിന്നെ അതുപോലെ ഉണക്കച്ചെമ്മീൻ, അച്ചപ്പം, വറപുരികൾ, മിച്ചർ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ചെന്ന സമയത്ത് ഈ റെസ്റ്റോറൻറ്റ് അടക്കണ ഒരു ടൈമായിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടാണ് തോന്നണ്ടോ ആരും അങ്ങനെ ഉണ്ടായിരുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ ആദ്യം തന്നെ അതേ കട്ട്ലേറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫിഷും അതുപോലെ തന്നെ ബീഫും എല്ലാം ഉണ്ടായിരുന്നേ. നോമ്പ് തുറയായിരുന്നല്ലോ, അപ്പോൾ അതാണ് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം നമ്മളിതേ കപ്പയും അതുപോലെ തന്നെ താറാവ് റോസ്റ്റും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഊണാണ്. അപ്പോൾ ഇവിടെ ഈ നേരത്ത് ഊണ് കിട്ടുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അവർ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ വല്ലപ്പോഴൊക്കെ കിട്ടണ ഒരു ചാൻസ് അല്ലേ, അതാറിനോണ്ട് പിന്നെ ഒരു ഊണ് പറഞ്ഞത്. പിന്നെ അതേ ഒരു ചിക്കൻ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഊണിനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ പൊന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, സാമ്പാർ, മോരുകറി, മീൻകറി, തോരൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. ചമ്മന്തി, ബീഫ് റോസ്റ്റ്, അച്ചാർ, പപ്പടം, അവിയൽ, അങ്ങനെ എല്ലാം കൊണ്ടിട്ടും നല്ല അടിപൊളി ഊണായിരുന്നേ. ബിരിയാണി കുഴപ്പമില്ല, നോർമൽ ടേസ്റ്റ് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ ഫുഡ്. അപ്പോൾ അതേ അവിടെ നിന്ന് പാത്തൂന് കൊടുത്താണ്ടാ ഈ ഒരു ഫ്ലാഗ്. അപ്പോൾ അത് ഇങ്ങനെ ജസ്റ്റ് വീഡിയോയിൽ എടുത്താണ്. അങ്ങനെ ഫുഡ് ഇടയൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ നേരെ ആ ഒരു ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. എന്തൊരു തണുപ്പാണെന്ന് അറിഞ്ഞാൽ എൻ്റെ പൊന്നെ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തണുപ്പാണ്. അങ്ങനെ ദേ നമ്മളിപ്പോൾ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ വരുന്ന വഴിയൊന്നും കൂടുതൽ കാണിച്ചിട്ടില്ല കേട്ടോ.
അപ്പോൾ ഈ ഫെസ്റ്റ് കിടക്കണ ഭാഗത്ത് വന്നപ്പോഴത്തേനും എന്താ പറയുക, വേറൊരു ലോകത്ത് എത്തിപ്പെട്ടതുപോലെയാണ് കേട്ടോ. എന്തൊരു തിരക്കാർന്നെന്ന് അറിഞ്ഞാൽ, അതും ഒരുപാട് ഫുഡിൻ്റെ സ്റ്റോളുകളൊക്കെ ആയിട്ട് ഒരു 50ലും മീതെ സ്റ്റോളുകൾ ഉണ്ടെന്നാണ് കേട്ടോ ഇവർ പറയണേ. പിന്നെ അത് കൂടാതെ തന്നെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഡ്രസ്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഡ്രസ്സിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പെരുന്നാളിനുള്ള ഡ്രസ്സുകളൊക്കെ കണക്കാക്കിയിട്ടായിരിക്കണം അവർ അതിൻ്റെ ഒരു സ്റ്റോളുകളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഏത് ഭാഗത്തേക്ക് പോകണമെന്ന് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ വല്ലാത്ത തണുപ്പാണ്. ഇത് കണ്ടില്ലേ, ആളുകളൊക്കെ കോട്ടും സൂട്ടൊക്കെ ഇട്ടാണ് നടക്കുന്നത്. കയ്യിലും കയ്യോറയും ഒക്കെ ആയിട്ട് തണുപ്പിന് എത്ര ഇതാണെങ്കിലും ഈ ഒരു ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആകെ വർഷത്തിലൊരിക്കലും ഉണ്ടാവണ ഒരു ഇതാണല്ലോ, അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ വന്നേക്കണത്. അപ്പോൾ അതേ നമ്മളിപ്പോൾ ആ ഡ്രസ്സിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. 9:30 ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് തോന്നട്ടെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ നിവർത്തി ഇടുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാർട്ടി വെയർ ഡ്രസ്സുകൾ, ഇത് കണ്ടില്ലേ, ചുരിദാറുകൾ, ടോപ്പുകൾ, അങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ ഒരുപാട് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വില പറയാതിരിക്കലാണ് കേട്ടോ, വേറെ എല്ലാത്തിനും ഭയങ്കര റേറ്റാണ്. ഒരു 5000-4000 രൂപ കുറഞ്ഞ ഡ്രസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് കണ്ടില്ല, ഇതൊക്കെ പെരുന്നാളിന് ഇടാൻ പറ്റിയ ഡ്രസ്സുകളൊക്കെയാണ്. ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ട് കേട്ടോ. കൂടുതലും ഈ പാകിസ്ഥാനികൾ, യമനികൾ, പലസ്തീൻകാർ, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇന്ത്യൻസിന് പൊതുവേ കുറവായിട്ടാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. ഇതൊരു കോളേജ് ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ തണുപ്പായതുകൊണ്ട് ഭയങ്കര ഒരു മടുപ്പായിരുന്നു ഇവിടെ വന്നപ്പോൾ. ആകെ ഒരു പെട്ടുപോയെന്ന് തന്നെ പറയാമല്ലോ. നമുക്ക് ഒന്ന് മര്യാദക്കൊന്ന് കാണാനോ ആസ്വദിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് പിന്നെ അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഉള്ളവർ അതൊക്കെ എനിക്ക് തോന്നണ ഇതൊക്കെ പതിവുള്ളതായതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ഇതൊന്നുമില്ല. അവരിങ്ങനെ നല്ല ആസ്വദിച്ചൊക്കെയാണ് എല്ലാം ഇങ്ങനെ കാണുന്നതും അതുപോലെ തന്നെ ആ ഫുഡും ഒക്കെ ഇങ്ങനെ കഴിക്കണതും വാങ്ങിക്കണതും ഒക്കെ. ഈ ഭാഗത്തേക്കൊക്കെ വന്നപ്പോൾ ഈന്തപ്പഴം കുറേ പലഹാരങ്ങളൊക്കെ കണ്ടായിരുന്നേ. നമ്മൾ കാണാത്ത ടൈപ്പ് കുറേ പലഹാരങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ പെരുന്നാളിലും പിന്നെ അതുപോലെ ഫെസ്റ്റുകൾക്കൊക്കെ ഇങ്ങനെ ഓരോ ഇതൊക്കെ ഉണ്ടാവൂലേ, അതായത് ഇങ്ങനെ പൊരികൾ, അലുവകൾ, വറപൊരികൾ, അതൊക്കെ കാണൂല. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കുട്ടികളുടെ ഒരു സെക്ഷനാണ്. എന്താണെന്ന് എനിക്കറിയില്ല. കുറേ കളറിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കുട്ടി പാത്തൂനൊരു കളർ പെൻസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ സംഗതി എന്നൊന്നും അറിയില്ല. അവരുടെ വല്ല പരസ്യമാണോ അതോ ഒരു സന്തോഷമാണോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ഈ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ദൂരെ വന്നതിൽ എന്താണെന്നൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ വർഷത്തിൽ ഒരിക്കൽ ഇവിടെ ഉണ്ടാവുന്ന ഒരു ഫംഗ്ഷനാണ്. ന്യൂജേഴ്സിയിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മളിപ്പോൾ വന്നേക്കണത് ന്യൂയോർക്കിലാണ്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നപ്പോഴാണോ പല രാജ്യങ്ങളിലുള്ള മുസ്ലിംസുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റി. അവരുടെ വേഷവിധാനങ്ങളൊക്കെ നമുക്ക് കുറച്ചൊക്കെ അറിയാൻ സാധിച്ച്. പിന്നെ മാത്രമല്ല ഇവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നും നമ്മൾക്ക് അറിയാൻ സാധിച്ച്. നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇവരുടെ ഓരോരോ രീതികൾ. മുസ്ലിംസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വളരെ വ്യത്യാസമാണ്. എന്തിനു പറയുന്നത്, നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പോലും ഇവർ കഴിക്കണ ഭക്ഷണമൊന്നും അല്ല കേട്ടോ നമ്മൾ കഴിക്കണത്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാനൊക്കെ നമ്മൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്താറിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതൊക്കെ കുറേ ചപ്പൽസുകളൊക്കെ ഇങ്ങനെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതുപോലെ എന്തോരം ഐറ്റംസുകളാണെന്ന് പറഞ്ഞാൽ എല്ലാം കണ്ടു കഴിഞ്ഞാൽ വാങ്ങിപ്പോകും. പക്ഷേ എല്ലാത്തിനും നല്ല റേറ്റാണ്. പിന്നെ മാത്രമല്ല ഇങ്ങനെയുള്ള എക്സിബിഷനിലൊക്കെ കൂടുതലും റേറ്റ് കൂടുതലും ആയിരിക്കുമല്ലോ. ഒരുപാട് ആളുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നിങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇത് കണ്ടില്ലേ, വലിയൊരു ഇങ്ങനെ ഷെഡ് പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ നിസ്കരിക്കാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ അകത്ത് പോയി നിന്നിട്ടാണ്. കാരണം ഭയങ്കര തണുപ്പാണല്ലോ പുറത്ത്. ഇതിൻ്റെ അകത്ത് നിന്നുമ്പോൾ ഒരു ആശ്വാസമാണ്. അപ്പോൾ ഇവിടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല നമുക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട്, പുറത്തുനിന്ന് പറഞ്ഞാൽ അവിടെ എക്സിബിഷനിൽ നടക്കുന്ന ആ ഫുഡുകൾ അത് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇവിടെ അകത്തിരുന്ന് കഴിക്കാൻ അതിനുള്ള സൗകര്യമൊക്കെ ഇവരിവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ولم يكن له كفوا أحد الله أكبر. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേനും ഫുള്ള് ഇങ്ങനെ ലൈറ്റുകൾ വെച്ചിട്ടുള്ള അലങ്കാരങ്ങളൊക്കെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കുറേ ഉണ്ട് കേട്ടോ, ഇങ്ങനെ നടന്ന് കാണാനാണെങ്കിൽ ഇങ്ങനെ കുറേ അങ്ങോട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ഇതൊക്കെ ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഇവരിതൊക്കെ റെഡി ആക്കി ലൈറ്റൊക്കെ ഇട്ട് ഇപ്പം നല്ല ഭംഗിയായിട്ടാണ് കാണാനായിട്ട്.
പല പല രാജ്യങ്ങളിലേക്ക് സാധനങ്ങളാണല്ലോ. അപ്പോൾ ഓരോ സാധനങ്ങളുടെ അടുത്ത് അവരവരുടെ രാജ്യങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിൻ്റെ ആ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് ഫുഡിൻ്റെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. ഇത് ഫുള്ള് സ്വീറ്റ്സിൻ്റെ ഒരു സെക്ഷനാണ്. ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല, പേരും അവിടെ എഴുതി വെച്ചിട്ടുമില്ല. നമ്മൾ കാണാത്ത ടൈപ്പ് മധുരം ഐറ്റംസുകളൊക്കെയാണ്. പിന്നെ ഇത് കേക്കൊക്കെ ആണെന്ന് തോന്നുന്നുണ്ടോ. പിന്നെ ഈ ഒരു ഗ്ലാസ്സിലിരിക്കുന്നത് ഇങ്ങനെ സ്ട്രോബെറിയും പിന്നെ ക്രീമും ഒക്കെ കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ്. ഇത് ഫുള്ള് കരിക്കാണ്. കരിക്കിൻ്റെ വെള്ളവും കരിക്കൊക്കെ കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഗ്ലാസ്സിലാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഓരോന്നിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പി ഒരു 500 രൂപ കുറവില്ല കേട്ടോ. എല്ലാത്തിനും ഒരു ഗ്ലാസ്സിന് ഒരു 500, അതിലും മീത അങ്ങനെയൊക്കെ വരും ഓരോ ഗ്ലാസ്സുകളൊക്കെ. ഗേസ്, എനിക്കൊരു റോസാപ്പൂ കിട്ടി. ആ കടയിലെ ആള് തന്നതാണ്. അവരുടെ ഒരു സന്തോഷം ഞാൻ സ്വീകരിച്ചു. പിന്നെ തണുത്തിട്ട് വയ്യ. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഫുള്ള് ഗ്രിൽഡ് ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ. ചിക്കനും ബീഫും ആണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാടുണ്ട് കേട്ടോ. ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കണം. ഒരെണ്ണം എടുക്കുന്നു, പിന്നെ വെക്കുന്നു, പിന്നെ എടുക്കുന്നു. ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അതാണ് അവിടെയൊന്നും കൂടുതലായിട്ട് ഫില്ല് ചെയ്യാത്തത്. എന്തൊരു തിരക്കാണെന്ന് പറഞ്ഞാൽ ക്യൂ നിന്നിട്ട് എൻ്റെ പിന്നെ ഇത്രയും ക്യൂ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. അതിന് മാത്രം വലിയ ക്യൂവിൽ നിന്നിട്ടാണ് ഇതൊക്കെ ഓരോന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കണ നേരം കൊണ്ടിട്ട് പിള്ളേരൊക്കെ അവിടെ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം കുറേ നേരം ക്യൂവിൽ നിന്നാലാണ് കേട്ടോ ഇത് കിട്ടുക. പിന്നെ മാത്രമല്ല ഈ തണുപ്പും ഒക്കെ കൊണ്ടും ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അതേ നമ്മളിപ്പോൾ ഈ ജ്യൂസിൻ്റെ സെക്ഷനിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ജ്യൂസൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് കേട്ടോ. ഇത് സാധാരണ പാക്ക്ഡ് ജ്യൂസായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതേ കുറച്ച് ഫുഡൊക്കെ വാങ്ങി ആ ഷെഡിൻ്റെ അകത്ത് വന്നിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കുറേ സ്ട്രോബെറിയൊക്കെ ഇങ്ങനെ സ്വീറ്റ്സ് പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കോട്ടോ. അതിൽ ന്യൂട്രല്ലേ പിന്നെ എന്തൊക്കെയോ ക്രീമുകളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ആളുകൾ ഓരോന്നും ഇങ്ങനെ ഫുഡൊക്കെ വാങ്ങി ഇങ്ങനെ വന്നിരുന്ന് കഴിക്കണതൊക്കെ നമുക്ക് കാണാം കേട്ടോ. നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നേരത്തെ ഞാൻ കാണിച്ച ഗ്രില്ലിൽ നിന്നാണ്. അപ്പോൾ ഇത് ബീഫാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ അതുപോലെ ഇത് ചിക്കനും ആയിരുന്നു. എല്ലാത്തിനും നല്ല റേറ്റാണ്. എങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ഈ തണുപ്പത്ത് നല്ല ചൂട് ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നേ. അതിന് മയോണൈസ് അതുപോലെ തന്നെ സാലഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും കുറച്ച് നേരം കൂടി ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. കാര്യം നല്ല തണുപ്പാണ്. എങ്കിൽ പോലും ഏതായാലും വന്നതല്ലേ, അപ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് വീഡിയോ എടുത്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചാണ് ഈ നടക്കണത്. എന്തൊരു തിരക്കാണെന്ന് അറിഞ്ഞാൽ. ഇപ്പോൾ നേരത്തെ കണ്ടതുപോലെ അല്ല കേട്ടോ. ഇപ്പോൾ ആളുകൾ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ തിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 9:30 സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇത് തീരണത് എപ്പോഴാണെന്ന് വലിയ നിശ്ചയമൊന്നുമില്ല കേട്ടോ. ഇനി അത് വെളുപ്പിനെ വരെ ആണോ അങ്ങനെ ഒന്നും എനിക്ക് ഉറപ്പില്ല. എന്തോ അവർ പറയുന്നുണ്ടായിരുന്നു ടൈമൊക്കെ. അപ്പം ഞാൻ വീണ്ടും ഈ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. നേരത്തെ കാണാത്ത കുറേ ജോഡി ഡ്രസ്സുകളൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നേ. ഒരുപാട് വർക്കൊക്കെ കൂടുതലുള്ള ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിനും നല്ല റേറ്റൊക്കെ തന്നെയാണ്. ആളുകൾ വാങ്ങിക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. കുറേ പേരൊക്കെ ഇങ്ങനെ തപ്പിത്തടഞ്ഞൊക്കെ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണാം. പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല. ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഉദ്ദേശ അളവിൽ അങ്ങോട്ട് മേടിക്കണം, അത്ര തന്നെ. പിന്നെ അത് കൂടാതെ തന്നെ ഇങ്ങനത്തെ കുറേ ജാക്കറ്റുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ആണുങ്ങൾക്ക് പറ്റിയ ഡ്രസ്സൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്ക് പറ്റിയ ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ. പക്ഷേ എല്ലാം ഒരു സൈസ് പാർട്ടി വെയർ. നമ്മുടെ നാട്ടിലെ ഡ്രസ്സുകളൊന്നും എനിക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടുതൽ ഓവറായിട്ട് വർക്കൊക്കെ ഉള്ള പാർട്ടി വെയർ പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതുപോലെ അതിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ നമ്മൾ അങ്ങനെ അധികം കാണാത്ത മോഡലാണ്. പിന്നെ അതേ ഇത് കണ്ടില്ലേ, ഇത് മോമോസൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭാഗത്തേക്കാണ് വന്നേക്കണത്. ഞാൻ മൊത്തത്തിലൊന്നും എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാണിക്കാനാണെങ്കിൽ ഒരുപാട് കാണിക്കാനുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. ഭയങ്കര തണുപ്പ്, നിൽക്കാനേ പറ്റണില്ല. കൈയൊക്കെ മരവിച്ചിട്ട് രക്ഷയില്ല. മുഖവും ആളുകൾ ഇതേ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ കണ്ടു അങ്ങോട്ട് പോണാണ്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുക. വണ്ടി പാർക്ക് ചെയ്തേക്കണ നോക്കിക്കേ, എന്തോരം വണ്ടികളാണെന്ന് അറിഞ്ഞാൽ. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഞാനിത് കുറച്ച് ഭാഗമാണേ കാണിക്കണത്. അപ്പോൾ അതേ ഞാൻ ആ കൂട്ടത്തിലൊരു മഞ്ഞ കാറ് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പം ഞാനത് വീഡിയോയിൽ അറിയാതെ പെട്ടുപോയതാണ്.
അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയ നോമ്പിൻ്റെ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.